ആദ്യം പരിശോധിക്കുന്നത് വടകര മണ്ഡലത്തെയാണ്. കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയും രാഷ്ട്രീയ ബോധം അറ്റിക്കുറുക്കിയെടുത്ത മണ്ഡലമാണ് വടകര. വർഷങ്ങളോളം CPIM കാത്തുസൂക്ഷിച്ച മണ്ഡലം ഇപ്പോൾ കോൺഗ്രസിന്റെ കൈകളിലാണ്. കോലീബി സഖ്യമടക്കം രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഒരുപാട് കണ്ട ദേശമാണ്. TP ചന്ദ്രശേഖരന്റെ അരുംകൊലയെക്കൊണ്ട് വിറങ്ങലിച്ചുപോയ രാഷ്ട്രീയ ഇടനാഴി കൂടിയാണ് ഈ പ്രദേശം. രാഷ്ട്രീയ കളരിപ്പയറ്റിന്റെ കോട്ടയിൽ ഇത്തവണയും രാഷ്ട്രീയ പോരാട്ടത്തിന് വീര്യം ഏറും. വടകര വടക്കൻ പാട്ടുകളിലൂടെ പാടിപ്പതിഞ്ഞ കളരിയംഗത്തിന്റെ വീറും വാശിയും ഏറെയുള്ള നാട്. കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ ചരിത്രം പേറുന്ന വൈകാരികത, സോഷ്യലിസ്റ്റ് പോരാളികളുടെ വിളനിലം. കടത്തനാടൻ മണ്ണിൽ കരുത്തരായി RMPയും 15 വർഷമായി UDFന്റെ കൈക്കുള്ളിലാണ് വടകര. ലോക്സഭയിലേക്ക് സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും കോൺഗ്രസിനെയും വിജയിപ്പിച്ച പാരമ്പര്യം. 1957 നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ KB മേനോനെയാണ് വടകരക്കാർ തിരഞ്ഞെടുത്തത്. 1962 നടന്ന രണ്ടാം തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രനായ AV രാഘവൻ വിജയിച്ചു. 91 വരെ സോഷ്യലിസ്റ്റ് പാർട്ടികളോ കോൺഗ്രസ് ഇടതു പിന്തുണയുള്ള കോൺഗ്രസ് പാർട്ടികളോ ആണ് വടകര കടന്നത്. 1996 CPIM വടകര ആദ്യമായി പിടിച്ചെടുക്കുന്നത്. 71 മുതൽ 91 വരെ 6 തവണയാണ് KP ഉണ്ണികൃഷ്ണൻ വടകര MP ആയത്. 6ാം വട്ടം കളം മാറി മത്സരിച്ചപ്പോൾ CPIMലെ O ഭരതൻ മലർത്തിയടിച്ചു. 2004 CPIMന് അവസാനമായി മണ്ഡലത്തിൽ ജയിക്കാനായത്. 1,30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു P സതീദേവിയുടെ ജയം. 2009 ആയതോടെ കഥ മാറി. TP ചന്ദ്രശേഖരൻ CPIM വിട്ട് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. CPIM ആടിയുലഞ്ഞു. സതീദേവി തന്നെ സ്ഥാനാർത്ഥിയായെങ്കിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സതീദേവിയെ തളച്ചു. 2014 മുല്ലപ്പള്ളി വടകരയെ നയിച്ചു. AN ഷംസീറിലൂടെ മണ്ഡലം പിടിക്കാനുള്ള CPM തന്ത്രം പാളി. 2012 TP ചന്ദ്രശേഖരന്റെ കൊലപാതകവും പിണറായിയുടെ കുലംകുത്തി പ്രയോഗവും പാർട്ടി വിലക്ക് മറികടന്ന് VS അച്യുതാനന്ദൻ ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ചതുമെല്ലാം CPMനെ തിരിച്ചടിച്ചു. 2019 അങ്കത്തട്ടിൽ 18ാം അടവ് പ്രയോഗിക്കാൻ കരുത്തനായ P ജയരാജനെ പാർട്ടി ഇറക്കി. മറുവശത്ത് അടവും തടവുമെല്ലാം നന്നായിട്ടറിയാവുന്ന K മുരളീധരനും. വടകര 84,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുരളീധരനെ ജയിപ്പിച്ചു. K മുരളീധരൻ തന്നെ ഇത്തവണയും UDF സ്ഥാനാർത്ഥിയാകും. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മുരളീധരൻ വടകരയ്ക്ക് രാഷ്ട്രീയ ഭേദമന്യേ സ്വീകാരനായി കഴിഞ്ഞു. TP ചന്ദ്രശേഖരനെ കൊന്നത് CPM തന്നെയാണെന്ന് പരമോന്നതമായ ഹൈക്കോടതി വിധിയെഴുതിയ ഒരു സാന്നിധ്യത്തിൽ തന്നെ വടകരക്കാർ എന്നും കൊലപാതകരക്ഷിതരാണ്. പ്രതിപക്ഷ MP ആയിട്ട് പോലും വടകരയുടെ വികസനത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിജയം UDFനാണ്. 3 തവണ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടതിന്റെ ക്ഷീണത്തിലാണ് CPIM. കഴിഞ്ഞ തവണ വടകര നിയമസഭാ സീറ്റും പാർട്ടിക്ക് നഷ്ടമായി. അതും TP ചന്ദ്രശേഖരന്റെ വിധവ KK രമയോടെ എന്നത് വേദനയുടെ ആക്കം കൂട്ടുന്നുണ്ട്. ഏതു വിധേനയും വടകര തിരിച്ചുപിടിക്കുക എന്നത് മാത്രമാണ് CPIMന്റെ ലക്ഷ്യം. CPIMന്റെ കേരളത്തിലെ ഏറ്റവും സ്വീകാര്യതയുള്ള ജനകീയ മുഖം KK ശൈലജ സ്ഥാനാർത്ഥിയായെത്തുന്നതും അതിനാൽ തന്നെ. കള്ളത്തെളിവുകൾ ഉണ്ടാക്കി പാർട്ടി നേതാക്കന്മാരെ പ്രതികളാക്കാൻ നോക്കി എന്ന് പറയുന്ന കാര്യം ഇന്ന് കോടതി പോലും അംഗീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒട്ടേറെ തെരഞ്ഞെടുപ്പിൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ഒട്ടേറെ തെരഞ്ഞെടുപ്പിൽ ഇത് പറഞ്ഞിട്ടും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണല്ലോ കഴിഞ്ഞ 2021 ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയത്. അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് വേറെ സംശയമൊന്നുമില്ല. വടകര ലോക്സഭാ മണ്ഡലത്തിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ BJPക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വോട്ടുനില 1,00,000 ഇതുവരെ കടന്നിട്ടില്ല. ആ ചരിത്രം തിരുത്താനാണ് BJP ഇത്തവണ കുപ്പുകൂട്ടുന്നത്. വടകരയിൽ നിന്ന് ആര് ജയിക്കുന്നു, അല്ലെങ്കിൽ LDFന്റെയോ UDFന്റെയോ ഒരാൾ ജയിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നുള്ളത് കഴിഞ്ഞ നാളുകളിലെ അനുഭവമാണ്. കാരണം അവിടെ ഒരു MP ഉണ്ടോ എന്ന് പോലും അറിയില്ല. കളരിപ്പോരിനേക്കാൾ വീറും വാശിയും നിറഞ്ഞ പോരാട്ടമാകും വടകരയിൽ ഇത്തവണ എന്നത് തീർച്ച. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. വടകരയുടെ ഭൂമിക അതിലേക്ക് KK ശൈലജ ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള നിർണായകമായ വിധി വരുന്നതിന് മുൻപാണ് നമ്മൾ ഈ സാമ്പിൾ ശേഖരണം നടത്തിയത് എന്നുകൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് പറഞ്ഞുകൊണ്ട് ഈ സർവേയിലേക്ക് കടക്കാം, അല്ലേ? അതെ, തീർച്ചയായിട്ടും വടകര വളരെ ശ്രദ്ധേയമായിരിക്കും പല കാരണങ്ങളാൽ ഈ തെരഞ്ഞെടുപ്പിൽ, അല്ലേ? കാരണം വെച്ചാൽ KK ശൈലജ അവിടെ തന്നെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഒരു ഔപചാരിക പ്രഖ്യാപനം മാത്രമേ ഇനി ആവശ്യമായിട്ടുള്ളൂ. K മുരളീധരൻ തന്നെയായിരിക്കും അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലും ഇനി സംശയമില്ല. ആരാണ് BJPയുടെ സ്ഥാനാർത്ഥിയായി വരിക എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ആ അർത്ഥത്തിൽ ഏതാണ്ട് 80% പിക്ചർ ക്ലിയർ ആയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, തീരുമാനമാകുന്നതിന് മുൻപാണെങ്കിൽ പോലും KK ശൈലജയുടെ പേര് വടകര അല്ലെങ്കിൽ കണ്ണൂർ എന്ന് പറഞ്ഞ് വളരെ സജീവമായി നിൽക്കുന്ന ഒരു സമയമാണ്.
കെ മുരളീധരൻ തന്നെ അവിടെ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുമുണ്ട്. അതെ. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന സർവേ ഫലം വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടയില്ലാത്തൊരു ഫലം തന്നെയായിരിക്കും. പക്ഷേ ടി പി വധം അതെ. കേസുണ്ട്. TP പക്ഷേ എല്ലാ സമയവും 2012 മുതൽ ഇങ്ങോട്ടേക്ക് TP അവിടെ ഒരു വികാരമാണ്. അതാ ശിലാഫലകത്തിൽ കുത്തിവെച്ചിരിക്കുന്നത് പോലെ മറഞ്ഞിരിക്കുന്നുണ്ടവൻ വീണ്ടും ഉയർക്കുവാൻ. ഈ തെരഞ്ഞെടുപ്പിലും സജീവ വിഷയമായി TP മാറുമോ എന്നുള്ള ആ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും. വടകരയിലേക്ക് നമ്മൾ പോകുമ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ 2014 മുതലുള്ള വോട്ട് ചിത്രം എങ്ങനെയാണെന്ന് പരിശോധിക്കാൻ റിപ്പോർട്ടർ വോട്ടോഗ്രാഫിലേക്ക് നമ്മൾ ആദ്യം പോകുന്നു. വടകര മണ്ഡലത്തിന്റെ വോട്ടോഗ്രാഫിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 2014, 2019, 2021 രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും വടകര ലോക്സഭാ മണ്ഡലം ചിന്തിച്ചത് എങ്ങനെയാണ് നോക്കൂ. 2014 നേരിയ വ്യത്യാസത്തിനാണ് അവിടെ ഭരണം പിടിക്കാൻ കഴിയുന്നത് എന്നത് എടുത്തു നോക്കേണ്ടതാണ്. 43.37 43.34 വളരെ ചെറിയ ഒരു മാർജിനിലായിരുന്നു. 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുല്ലപ്പള്ളി അവിടെ ജയിക്കുന്നത്. അതെ, AN ഷംസീർ ആയിരുന്നു. ഏറെക്കുറെ വീണുപോയി എന്ന് കരുതിയിടത്താണ് അന്നത്തെ ആ ജയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2014 വോട്ട് വിഹിതം അങ്ങനെ നിൽക്കുന്നു. 2019 മറ്റിടങ്ങളിൽ ആഞ്ഞു വീശിയ ആ കാറ്റ് വടകരയിൽ നല്ലപോലെ വീശിയത് കെ മുരളീധരന് അനുകൂലമായി വരികയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നു. 49.43% വോട്ടുകളാണ് UDF-ന് 2019 സമാഹരിക്കാൻ കഴിഞ്ഞത്. LDF-ന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം കുറഞ്ഞു, 14-നേക്കാൾ കുറയുന്നു, 41.49. 8% വ്യത്യാസം. അതായത് 84,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ മുരളീധരൻ വിജയിക്കുന്നു. കെ മുരളീധരൻ അന്ന് തിരുവനന്തപുരത്തുനിന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആ തീവണ്ടിയിൽ അദ്ദേഹത്തെ അഭിമുഖം ചെയ്തിരുന്നു. അന്ന് വട്ടിയൂർക്കാവ് MLA ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം പോകുന്നത്. ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും P. ജയരാജനോടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. വടകര പോലൊരു മണ്ഡലത്തിൽ, മുല്ലപ്പള്ളി രാമേന്ദ്രനെതിരെ ശക്തമായ ആന്റി ഇൻകംബൻസി ഉള്ള മണ്ഡലത്തിൽ അങ്ങോട്ടേക്ക് വട്ടിയൂർക്കാവിലെ MLA എന്ന നിലയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ചില ആശങ്കകളൊക്കെ കെ മുരളീധരൻ ഉണ്ടായിരുന്നു. പക്ഷേ കെ മുരളീധരൻ അവിടെ അത്ഭുതമുണ്ടാക്കി എന്നുള്ളതാണ്. വടകരയിലെ മത്സരത്തിന് ശേഷം P. ജയരാജൻ അങ്ങ് രാഷ്ട്രീയമായി ഏത് രൂപത്തിൽ അദ്ദേഹം മാറി എന്നുള്ളതും അവിടെ ചരിത്രമാണ്. കാരണം വെച്ചാൽ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. ജയരാജൻ കണ്ണൂരിൽ നിന്ന് വടകരയിൽ വന്ന് മത്സരിക്കുന്നു. P. ജയരാജനും മാത്രമാണ് പിന്നീട് ജില്ലാ സെക്രട്ടറി സ്ഥാനം ലഭിക്കാതെ പോയത്. KN ബാലഗോപാലിന് കൊല്ലത്ത് ജില്ലാ സെക്രട്ടറി പക്ഷേ VN വാസവന് പറ്റി. പക്ഷേ P. ജയരാജൻ പിന്നീട് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയില്ല. അതെ, 2021 നോക്കൂ. 2021 LDF അവരുടെ വോട്ട് വിഹിതം വളർത്തുന്നത് മറ്റിടങ്ങളിൽ സംഭവിച്ചതുപോലെ തന്നെ 2021 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് LDF-ന്റെ തെരഞ്ഞെടുപ്പായിരുന്നു. ഒരു തുടർ ഭരണത്തിലേക്ക് പോകുന്നത് വലിയൊരു മാൻഡേറ്റോട് കൂടിയാണ്. അതിന്റെ ഒരു പ്രതിഫലനം വടകരയിലും പ്രതിഫലിച്ചു. 48.80 എന്ന വോട്ട് ശതമാനത്തിലേക്ക് 41-ൽ നിന്ന് LDF-ന് ഉയർന്നു വരാൻ കഴിയുന്നു. UDF ആകട്ടെ 49.43-ൽ നിന്ന് 42.02 ചുരുങ്ങുകയും ചെയ്തു. എല്ലായിടങ്ങളിലും സംഭവിച്ച ആ തകർച്ച UDF-ന് 2021 വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിലും സംഭവിച്ചു. NDA-യുടെ കാര്യം നോക്കൂ. NDA-ക്ക് കാര്യമായ വളർച്ചയോ അല്ലെങ്കിൽ വ്യത്യാസമോ ഒന്നുമില്ല. ഒരു നേർരേഖയായി പോകുന്ന ഒരു മണ്ഡലമാണ് വടകര എന്ന് പറയേണ്ടിയിരിക്കുന്നു. 7.95, 7.52, 7.38, 7% മുകളിലുള്ള ഒരു കേഡർ വോട്ട്, അത് അവരുടെ ഒരു സ്റ്റേബിൾ വോട്ട് വിഹിതമായി നമുക്ക് കണക്കാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ ഒരു സാധ്യതയിൽ 2024 എന്ന് പറയുമ്പോൾ ശബരിമല പോലൊരു വിഷയമില്ല, ഒരു വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണമില്ല, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള അഡ്വാൻറ്റേജ് പറയാനുള്ള കാരണങ്ങൾ അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇക്കുറി എന്ന് അനുമാനിച്ചുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ? അതെ, പക്ഷേ നമുക്കൊരു കാര്യം കൂടി ഒന്ന് പരിശോധിക്കണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആകെയുള്ള 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളും LDF-ന്റെ കയ്യിലാണ്. ഒരേ ഒരു മണ്ഡലം വടകര മാത്രമാണ് UDF-ന്റെ കയ്യിലുള്ളത്. അത് KK രമയാണ്, TP ചന്ദ്രശേഖരന്റെ വിധവയാണ്. അതൊഴിച്ചാൽ ബാക്കി 6 മണ്ഡലങ്ങളും LDF-ന്റെ പോയി, വടകര മാത്രം. അതെ. അപ്പോൾ 1-6 അങ്ങനെ നിൽക്കുന്ന ഒരു നിയമസഭാ വോട്ട് ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ വോട്ടോഗ്രാഫ് നൽകുന്ന സൂചന, നിലവിൽ മണ്ഡലത്തിൽ പ്രകടമായ സ്വാധീനം LDF-നുണ്ട്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജയെ തുണയ്ക്കുമോ എന്നതാണ് അറിയേണ്ട പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കാം. KK ശൈലജ MLA ആയി വിജയിച്ച കൂത്തുപറമ്പ് മണ്ഡലവും ഈ വടകര കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമാണ്. പിന്നീടാണ് മട്ടന്നൂരിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ 2014 ശൈലജയുടെ മണ്ഡലം എന്ന് പറയുന്നത്, 2016 KK ശൈലജയുടെ മണ്ഡലം കൂത്തുപറമ്പാണ്. അവിടെ നിന്നാണ് ആരോഗ്യമന്ത്രിയായി ജയിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് മട്ടന്നൂരിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ കണ്ണൂരിലെ CPM-ന്റെ കോട്ട എന്ന് തന്നെ നമുക്ക് പറയാവുന്ന തലശ്ശേരി മണ്ഡലം, ഇപ്പോൾ AN ഷംസീർ പ്രതിനിധീകരിക്കുന്ന, നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ പ്രതിനിധീകരിച്ചിരുന്ന തലശ്ശേരി മണ്ഡലവും ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. അതായത് കണ്ണൂരിൽ നിന്നുള്ള 2 മണ്ഡലങ്ങൾ, തലശ്ശേരിയും കൂത്തുപറമ്പും വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. പറഞ്ഞാൽ പാർട്ടി വോട്ടുകൾ കൂട്ടത്തോടെ പോൾ ചെയ്താൽ KK ശൈലജയ്ക്ക് നിഷ്പ്രയാസം ജയിച്ച് കയറാനുള്ള സാധ്യതയുള്ള മണ്ഡലമാണ് വടകര. പക്ഷേ കെ മുരളീധരൻ അവിടെ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് എന്നതിലേക്കാണ് നമ്മൾ ഓരോ ചോദ്യങ്ങളിലായി പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്.
കാണാം.